പഠിച്ച് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരു കുടിയൻ അറിഞ്ഞില്ലേ, അവൻ പെട്ടെന്ന് കുടി മടിയാക്കൂല. അപ്പോൾ ഷാന സ്വീകരിച്ച എന്തർത്ഥത്തിലാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. വയറിലൊരു കുഞ്ഞുണ്ട്, അപ്പം എന്തായാലും ഒരു തന്തയായിട്ട് ഒരാൾ വേണമല്ലോ, അപ്പോൾ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷാന സ്വീകരിച്ചത്. പിന്നെ നന്നായാലും ഷാനക്ക് കൊള്ളാം, നശിച്ചാലും ഷാനിക്ക് കൊള്ളാം. കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയല്ല, 38 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അവർക്ക് അവരെ കുടുംബം വേണമെങ്കിൽ നന്നാവും. അൽഹംദുലില്ലാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എന്തിനിപ്പോൾ കുഴപ്പമുണ്ടായാലും നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചാലും ഒന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ 2 ദിവസം കൊണ്ട് പണിക്ക് പൈസയൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ട് താരക്കം ഇങ്ങോട്ട് താരക്കം, അതൊക്കെ ഈ കൂലിപ്പണിയിലുള്ളതാണ്. കിട്ടുമ്പോൾ എന്തെങ്കിലും ആദ്യത്തെ വെള്ളത്തിൻ്റെ സമയത്ത് മാത്രം ഒരു ശമ്പളം ഉള്ളതല്ല, അതൊരു 500 600. ചില ദിവസം വണ്ടി മണ്ണടി ഉണ്ടെങ്കിൽ 1000 രൂപ കിട്ടും. 1000 രൂപയിൽ 100 രൂപ പെട്രോളും പിന്നെ ഫുഡ് ചിലവിനൊക്കെ എല്ലാം കൂടെ 10 400 350 രൂപ ചിലവ്. വണ്ടിയിലെ ചൂടടിച്ച് ഹീറ്റ്, അപ്പോഴ് വെള്ളം കുടി, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് 100 രൂപ. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പം വെള്ളത്തിൻ്റെ പോകുമ്പോൾ 100 രൂപ ചിലവുണ്ടായിരുന്നു. ഇപ്പം അത് കൊടുക്കൂല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ. നമ്മളെ വീട്ടു സാധനവും ചിലപ്പം വീട്ടു ചിലവ് നടന്നു പോകും. വലിയ ചിലവില്ലല്ലോ നമ്മൾ ഫാമിലി. അപ്പോൾ കടയിൽ നിന്ന് പറ്റാണ് മേടിക്കുന്നത്. അപ്പോൾ ഡെയിലി അല്ല കൊടുക്കുന്നത്, മാസത്തിലാണ് ഞാനാണ് കൊടുക്കുന്നത് പറ്റൊക്കെ. ഞാൻ എന്താണ് ഹോസ്പിറ്റൽ ചിലവിനെങ്കിലും പഠിച്ചവനെ പൈസ കിട്ടിയാൽ മതി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എക്കോയ്ക്ക് വേണം നല്ലൊരു എമൗണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ഇതുവരെ എന്താണ് എത്തിച്ചല്ലോ. നമുക്ക് ആരെയും പൈസയൊന്നും വേണ്ട, വാകേറിയ ദൈവം ഇരയും തരും എന്നൊരു ചൊല്ലുണ്ട്. അപ്പം ഇവിടം വരെ എത്തിയതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് വിജയമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാ ഈ കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത്തൂസ് തന്നതാണ് എനിക്ക്. അപ്പോഴത്തേക്ക് അവരേക്ക് അൽഹംദുലില്ലാ, ഞാൻ എപ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴും പഠിച്ചവനെ അവർക്ക് ഓർക്കും. പിന്നെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കഴിക്കാനും ഒക്കെ. പറഞ്ഞില്ലേ, നമ്മൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇവിടം വരെ എത്തി ആര്? റബ്ബിൻ്റെ പടപ്പുകളാണ് നമ്മൾ. പടച്ചവൻ തെറ്റ് എന്താണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ മതി. റബ്ബ് 1000 മുമ്പ് നിന്നെ കളിയാക്കിയാൽ റബ്ബിൻ്റെ കോടതിയിൽ ചിലപ്പോൾ നീ രാജകുമാരി ആയിരിക്കും. അത്രയല്ലേ. ഇന്നൊരു പുതിയ ഇസ്ലാമിയായ ഒരാളൊരു സൂറത്ത് ഓതുന്നത് ലൈവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണെന്ന് പറയില്ല. അൽഹംദുലില്ലാ, ഓതിയല്ലോ. നമ്മളിപ്പം പള്ളിയിൽ പഠിക്കുന്ന ഒരാളും പഠിക്കാത്ത ഒരാളും, ഇപ്പോഴൊക്കെയല്ലേ ഓൺലൈൻ ക്ലാസ്, പണ്ട് അങ്ങനെ അല്ല, മദ്രസയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ തജ്വീദാണ് ആദ്യം പഠിക്കുന്നത്. തജ്വീദ് പഠിച്ച് നമ്മൾ ആദ്യം അക്ഷരം പഠിച്ച് തജ്വീദ് പഠിച്ചിട്ട് ഖുർആനിലോട്ട് തുടങ്ങും. 2 തൊട്ട് ഖുർആനുണ്ട്, ഖുർആനിലോട്ട് തുടങ്ങും. നമ്മളൊരു ഹർഫും ഒരു ഹറക്കത്തും നമ്മൾ പഠിക്കുന്നത് എന്താണ്, തജ്വീദ് അനുസരിച്ചാണ് പിന്നെ ഓതുന്നത്. ഇപ്പോൾ ഉസ്താദ് തന്നെ ചോദിക്കും, ഒരു പെട്ടെന്ന് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, തജ്വീദ് പഠിപ്പിച്ചാണ് നമ്മൾ പഠിക്കുന്ന ടൈമിന്. ലം യലിദ്, ഇതിൻ്റെ നിയമം എന്താണ് നജ്ല എന്ന് ചോദിക്കും. പട്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ തജ്വീദ് പഠിച്ച് എന്താണ് നമുക്ക് ഏത് സുക്കൂനുള്ള നൂന്, അതുപോലുള്ള ഖുർആനിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുണ്ട്. നമ്മളൊരാൾ കേട്ടോതി പഠിക്കുന്നതും നമ്മൾ മദ്രസ പോയി പഠിക്കുന്നതും രണ്ടാണ്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അൽഹംദുലില്ലാ, നമുക്കിപ്പോൾ 2.5 മാസം കൊണ്ട് പുതിയ ഇസ്ലാമി അല്ലെങ്കിൽ 3 മാസം കൊണ്ട് പുതിയ ഇസ്ലാം മതം സ്വീകരിച്ച് വരുന്ന ആൾക്ക് ഒരു അടിസ്ഥാനം മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഉസ്താക്കന്മാരെ ക്ലാസ്സുകളുണ്ട്, സ്ത്രീകൾക്കുള്ള ക്ലാസ്സുകളുണ്ട്, റമദാനിക്ക് ക്ലാസ്സുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. യൂട്യൂബ് സ്റ്റാർട്ടിങ് ആയി അങ്ങനെ ചെയ്തിടണമെന്ന്. പിന്നെയാണ് എന്നെ എടുത്തിട്ട് അങ്ങ് പച്ചയ്ക്ക് ചീന്തി. അപ്പം എനിക്കും ഇതൊന്ന് ഇങ്ങനെ ആയി. ഇപ്പം നമ്മുടെ ഒരു യൂട്യൂബിൽ തന്നെ പല രീതിയിൽ യൂട്യൂബ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീ ഓതി. അൽഹംദുലില്ലാ, സന്തോഷം. തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ മറ്റുള്ളവർ പഠിപ്പിച്ച് വരുന്നതാണ്. നമ്മൾ ഈ ഖുർആനിൽ ഏറ്റവും അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാത്തിഹയാണ്. പിന്നെ നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങളുണ്ട്. ഫർള് എന്ന് പറഞ്ഞാൽ 5 വഖത്ത് നിസ്കാരം അള്ളാഹു ഫർളാക്കി. ആ ഫർളിൽ നമ്മൾ ഫർളാക്കിയ കാര്യങ്ങൾ, ഫർളെന്ന് പറഞ്ഞാൽ നിർബന്ധം,
ഫർളാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സുന്നത്ത് നമുക്ക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചെയ്യുന്ന ഒരു കാര്യം ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊന്നും പക്കാതിൽ നടക്കുന്ന ഒരാളല്ല. എന്നിലുണ്ട് തെറ്റുകുറ്റങ്ങൾ. നമ്മളിപ്പം ഒരു കൊതുക് നമ്മുടെ ഇവിടെ വന്നിരുന്ന് കടിച്ചു, അപ്പോഴും നമ്മൾ ഇങ്ങനെ ചൊറിഞ്ഞാൽ നമ്മുടെ നിസ്കാരം പോയി. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ സഹിയിട്ട് ചൊറിയണം എന്ന് തോന്നിയാൽ ഒരു ചൊറി, 2, 3 നിർത്തുക, അത്രയേ ഉള്ളൂ. അത് അത്രയാണ്. പിന്നെ നമുക്ക് ഉമ്മ ബാപ്പ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ക്ലാസ് എടുക്കാൻ വന്നതല്ല, ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഉമ്മ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ മക്കൾക്കും. അത് നമ്മൾ ചിലപ്പം പല കാര്യത്തിലും ബേക്കിലോട്ട് വരും, പക്ഷേ നമ്മുടെ ഉമ്മ നമ്മുടെ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെയിലി ഒരു നന്മയായിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം എനിക്ക് ആരെയോ ദ്രോഹിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ നജില ഷാൻ ഇങ്ങനെ ആയിപ്പോയതിൻ്റെ സാഹചര്യം അള്ളാഹുവിൻ്റെ നിമിത്തമാണ്. എനിക്ക് പറഞ്ഞിട്ടൊന്നും ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. ഷാൻ നന്നായാൽ ഷാനും കൊള്ളാം, ഞാൻ നന്നായാൽ എനിക്കും കൊള്ളാം, അത്ര തന്നെ. പിന്നെ ഇനി ഒരു പ്രശ്നം വന്നാൽ നീ കരയേണ്ടി വരും. പ്രശ്നം വന്നാൽ ഷാന് അതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെയല്ല, എന്താണ് ജീവിതത്തിലെന്ന് കൈകാര്യം ചെയ്യാൻ അറിയാം. പിന്നെ മക്കൾക്ക് എപ്പോഴെങ്കിലും ഷാൻ്റെ ഭാഗത്ത് നിന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദ്രോഹം, അതായത് ഷാൻ ഇനിയിപ്പം മുന്നോട്ട് അൽഹംദുലില്ലാ നന്നായി പോയി നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ റാഹത്ത്. അല്ലാത്ത പക്ഷം ഷാനിൽ എന്തെങ്കിലും കണ്ടാൽ പിന്നെ നമ്മൾ തമ്മിൽ മുന്നോട്ട് ജീവിക്കില്ല. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, എനിക്ക് മക്കളാണ് വലുത്. മക്കളേന്ന് അടി കിട്ടണേക്കാട്ടി നല്ലത് ഞാനങ്ങ് ഒഴിവാക്കിയാൽ പോരെ. അത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. അള്ളാഹു നമ്മളെ വയറ്റിലൊരു കുഞ്ഞിനെ നൽകി. അള്ളാഹു നമുക്ക്, അതായത് ഉമ്മയും ബാപ്പയും മക്കൾക്ക് വേണം. അതുകൊണ്ടിട്ടാണ് ഷാനെ ഞാൻ സ്വീകരിച്ചത്. അത് തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അവന് തെറ്റാണ് എന്ന് തിരുത്തി ജീവിതത്തിലോട്ട് വരാൻ ഉള്ള ശ്രമമുണ്ടെങ്കിൽ നമ്മൾ കൈപിടിച്ച് കൊടുക്കുക. ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കണം, എൻ്റെ അടുത്ത് വന്ന് പറയണം, അതിനുള്ളത് ഞാൻ ചെയ്തു കൊടുക്കുക.